മോർണിംഗ്. എല്ലാവരും എന്ത് പറയുന്നു? ഇന്ന് ഞാനൊരു 6 മണിക്ക് എണീറ്റു കേട്ടോ. അപ്പോൾ ഇന്ന് ഉത്രാടമല്ലേ, നാളെ തിരുവോണമല്ലേ. അപ്പോൾ അതിനുള്ള സദ്യക്ക് എന്തൊക്കെ വേണമെന്ന് ആദ്യം ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, എന്തൊക്കെ കൂട്ടാനുണ്ടാക്കണമെന്ന്. അപ്പോഴത്തേക്കും കുഞ്ഞെണ്ണീറ്റ് വന്നായിരുന്നു. അപ്പോൾ ആദ്യം മാങ്ങ അച്ചാർ ഇടാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് സോഡയ്ക്കകത്ത് വാങ്ങിച്ച 2 മാങ്ങ എടുത്തിട്ടിരുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് കഴുകി എടുത്തിട്ട് മാങ്ങ അച്ചാർ ഇടാമെന്ന് വെച്ചു. പിന്നെ ഞാൻ എന്തൊക്കെ ഉണ്ടാക്കണമെന്ന് ലിസ്റ്റ് ഉണ്ടാക്കിയല്ലോ, അത് വെച്ച് എല്ലാ സാധനം വാങ്ങിച്ചോ എന്നൊക്കെ ചെക്ക് ചെയ്ത്, ഇല്ലാത്ത സാധനം ഇന്ന് വാങ്ങിക്കാമല്ലോ. അങ്ങനെ അവിയലിനും സാമ്പാറിനും ഒക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജീരകവും കടുകൊക്കെ വാങ്ങിച്ചിരുന്നു, അതൊക്കെ ഒന്ന് കുപ്പിക്കകത്താക്കി വെച്ചു. പിന്നെ ബാക്കി പച്ചക്കറിയൊക്കെ ബേക്കിംഗ് സോഡയ്ക്കകത്ത് ഇട്ട് കുറച്ച് നേരം വെച്ചു, അരമണിക്കൂറൊക്കെ. പിന്നെ കഴുകി അങ്ങ് എടുക്കുക ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ ആദ്യം മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ നന്നായിട്ട് കഴുകി അരിഞ്ഞ് എടുക്കുവാണ്. എല്ലാ പ്രാവശ്യം നാട്ടിലെ ഓണം പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോയില്ല കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് മാങ്ങാച്ചാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് പറയാവേ. അപ്പം നമ്മൾ ഇവിടെ എല്ലാം പച്ചയത്തക്കയ്ക്ക് വേണ്ടിയിട്ട് തപ്പി നടന്നു, പക്ഷേ കിട്ടിയില്ല. ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. അത് ഇച്ചിരി വിളഞ്ഞാന്ന് തോന്നുന്നു. അങ്ങനെ അത് വാങ്ങിച്ചു. ഇച്ചിരി വിളഞ്ഞായിരുന്നു, ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ലാന്ന് വെച്ചു. ഇച്ചിരി ഉപ്പേരി ഉണ്ടാക്കും, ഒത്തിരി ഒന്നും ഉണ്ടാക്കുന്നില്ല. 2 കായ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നുള്ള. അപ്പോൾ ഞാൻ എണ്ണ തിളച്ചപ്പോൾ അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ട് ആദ്യം മൂപ്പിച്ചെടുത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഏത്തയ്ക്ക ഇട്ട് മൂപ്പിച്ചെടുത്ത്. ആ സമയത്തെ പപ്പയും മോനും കൂടി അവിടെ നിന്ന് എല്ലാം അടുക്കി പറക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചാറിടാനുള്ള പരിപാടിയിലാണ്. അപ്പം കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആക്കി വെച്ച്, മാങ്ങ ഉപ്പിട്ടിട്ട് മാറ്റി വെച്ചായിരുന്നല്ലോ മുമ്പേ. ആ സമയം വെള്ളവും തിളപ്പിച്ച് വെച്ചായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു. അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത്, അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് മൂപ്പിച്ച് എടുത്തു, എല്ലാം കൂടി ഒരുമിച്ച്. അതിനകത്തോട്ട് കടുകും ഉലുവയും എല്ലാം കൂടെ പൊട്ടിച്ചെടുത്ത്, അതൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തു. ഇച്ചിരി മുളക് പൊടി കുറവായിരുന്നേ. ഞാൻ ലാസ്റ്റ് പിന്നെ ഇച്ചിരി കൂടെ മുളക് പൊടി ഇട്ടു. ഇച്ചിരി കൂടെ മുളക് പൊടി ഇട്ടായിരുന്നു കേട്ടോ. മുളക് പൊടിക്ക് ഇച്ചിരി എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം ഇട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മാങ്ങയൊന്ന് ഇതാക്കി ആയപ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി കായ ഇട്ട് കൊടുത്തേ. അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പച്ചടി ഉണ്ടാക്കാനാണ്. എനിക്കറിയത്തില്ലായിരുന്നു പച്ചടി ഉണ്ടാക്കാൻ. ഞാൻ പിന്നെ അമ്മയോട് ചോദിച്ച് ഇന്നലെ മനസ്സിലാക്കിയിട്ട് ചെയ്യുവാണ്. ആദ്യം ബീട്രൂട്ട് അരിഞ്ഞു. പിന്നെ അതിനകത്തോട്ടൊരു പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വെള്ളവും ഉപ്പും ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുവാണ്. നിങ്ങളുടെ ഓണമൊക്കെ ഇവിടം വരെയായി. ആ സമയത്ത് ഞാൻ ജാറിനകത്ത് തേങ്ങയും ചുമന്നുള്ളിയും പിന്നെ കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുവാണ്. ഞാൻ കുറച്ച് കടുക് മുമ്പ് തന്നെ വെള്ളത്തിട്ട് മാറ്റി വെച്ചായിരുന്നു. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്, നല്ല തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിതെല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തോട്ട് ഇങ്ങനത്തെ 2 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുത്തു. കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രുചിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ബീട്രൂട്ട് പച്ചടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയും അച്ചാറും പച്ചടിയൊക്കെ ഞാൻ ഇന്ന് തന്നെ ഉണ്ടാക്കി വെച്ചേ. ഇനി നാളെ ബാക്കിയൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതെല്ലാം ഒരുമിച്ചുണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കുന്നത്.
എല്ലാ പ്രാവശ്യം നാട്ടിലായതുകൊണ്ട് അവിടെ അമ്മ ഉണ്ടാക്കുമല്ലോ, ഞാൻ അതുകൊണ്ട് ആദ്യമായിട്ടാണ്. അങ്ങനെ എല്ലാം റെഡിയായി. എനിക്ക് ഹാപ്പി ഓണം. ബൈ. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.